ചെന്നായിക്ക് ലോറി ഇടുന്നുണ്ട്. നീ പേടിക്കേണ്ട, ആ പോവാം. ഇനി ഇത് കൊണ്ടുവരണം നമുക്ക് ആപത്താ. ഇത് എവിടെങ്കിലും കുഴിച്ചിടാം. എന്നെ മുകളിലേക്ക് വിളിക്കേ. വേഗം എന്റെ കൈ പിടിക്കേ. അതെന്നെ വിളിക്കുന്നു. പോവാം. അത് നമ്മളെ വിടില്ലെന്ന് അറിഞ്ഞോണ്ട് അത് കുഴിച്ചിടാൻ പറഞ്ഞത്. വേഗം വാ, നമുക്കത് മണ്ണിട്ട് മൂടാം. ഇന്നത്തോടെ ഇത് അവസാനിപ്പിക്കണം. ഇത് വേറെ ആരുടെയും കൈ കിട്ടിയാലോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ആപത്ത് സംഭവിക്കില്ല. അതെങ്ങനെ പറയാൻ പറ്റും? നമ്മളിത് കുഴിച്ചിട്ടിരിക്കുന്നതേ സെമിത്തേരിയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇവിടെ മനുഷ്യരാരും വരില്ല. അതുകൊണ്ട് ഇത് ആരും എടുത്തോണ്ട് പോവില്ല. ആരുടെയെങ്കിലും കൈ കിട്ടി എന്ത് ചെയ്യും? എന്നാ പിന്നെ ദൈവത്തിനെ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കൃത്യം 100 വർഷങ്ങൾക്ക് ശേഷം ഹലോ ആന്റി. ഹായ് അലൻ. ഹായ് അലൻ. ഹലോ അങ്കിൾ. ഡാഡിക്ക് സുഖാണോടാ? സുഖാണ് അങ്കിൾ. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞേക്ക്. ഓക്കേ. നിന്നെ ഇന്ന് കാണിച്ചു തരാം. മര്യാദയ്ക്ക് അവിടെ നിക്കടാ. എടാ ഏലൻ, നിന്നോടാ പറഞ്ഞത്. നീ സ്കൂളിൽ നിന്ന് എങ്ങനെയോ ഞങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ നീ ഇന്ന് ഞങ്ങളെ കയ്യിൽ കുടുങ്ങിയത് തന്നെയാണ്. നിക്കടാ അവിടെ. എല്ലാരും പാടാ. എടാ നിന്നോടാ നിക്കാൻ പറഞ്ഞത്. പേടിത്തൊണ്ടൻ. ഇന്ന് നീ രക്ഷപ്പെട്ടു. നാളെ സ്കൂളിലേക്ക് വരില്ലേ? കാണിച്ചു തരാം. പാടാ, പോവാം. ഡാഡി ഇവിടെ ഉണ്ടാവോ? അല്ല ഓഫീസിൽ പോയിട്ടുണ്ടാവോ? അവിടെ കാണുന്നില്ലല്ലോ. എങ്ങോട്ട് പോയിട്ടുണ്ടാവും? ഹലോ സോളമൻ. ഏയ് അലൻ, നിന്നെ ഒരു സാധനം കാണിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിന്റെ ഡാഡിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമില്ല. ആദ്യമായിട്ട് ഇത് നിന്നെയാ കാണിക്കുന്നത്. എങ്ങനെയുണ്ട്? വാങ്ങി നോക്കടാ. ഞാൻ പുതിയതായിട്ട് ഡിസൈൻ ചെയ്തതാ. എന്താ, ഇഷ്ടായോ? എന്താ ഇത്? എന്താണ് അങ്ങനെ ചോദിച്ചത്? ഇത് ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ഒരു വലിയ ബിസിനസ് മാഗ്നറ്റിന്റെ മകനല്ലേ. നിനക്കും അച്ഛനെ പോലെ എന്ത് രസിക്കാനാവുമെന്ന് കരുതിയത് വലിയ മണ്ടത്തരമായി. അദ്ദേഹത്തിനെ പോലെ നിനക്കൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കുക. നീ എന്താ ജനാലയുടെ പുറത്തേക്ക് നോക്കുന്നത്? ഒന്നുമില്ല സോളമൻ. അലൻ, ഇത് ഓഫീസ് റൂമിൽ വെച്ചേക്ക്. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ എന്റെ പെർമിഷൻ ഇല്ലാതെ ഓഫീസിലും ഫാക്ടറിയിലും വരാൻ പാടില്ലെന്ന്? അവരെന്നെ പിടിക്കാൻ വരുന്നുണ്ട്. എത്ര നാൾ നീ ഇങ്ങനെ ഓടി ഒളിക്കും? നീ എന്തിനെയാണ് പേടിക്കുന്നത്? അതിനെ ധൈര്യമായിട്ട് നേരിടണം. ഇങ്ങനെ പേടിക്കാൻ പാടില്ല. പ്രശ്നം എന്തായാലും അതിനെ നേരിടാൻ പഠിക്കുക വേണ്ടത്. ശരി, നീ വീട്ടിൽ പോയിക്കോ. ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരാം. ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ വന്നാല് അവനോട് സംസാരിക്കേണ്ട, വീട്ടിലേക്ക് അയച്ചേക്ക്. അങ്ങനെ ചെയ്തോളാം സാർ. രാവിലെ എന്നോട് എന്തോ പറയാൻ വന്നല്ലോ. എന്താ അത്? ഒരു മിനിറ്റ്. ഞാൻ ഇവിടെയോ ആണല്ലോ അത് വെച്ചത്. എവിടെ പോയി? എന്താ അത്? എന്താ ഒരു ശബ്ദം? അറിയില്ല സാർ. ഉള്ളിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? വേഗം സ്വിച്ച് ഓഫ് ചെയ്യേ. ഓഫ് ചെയ്യേ. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഓരോന്ന് ചെയ്യാം. ഈ മെഷീന്റെ വില എന്താണെന്നറിയോ? ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന് വെച്ചാൽ എങ്ങനെയാ? ആരാ ഇത് ചെയ്തത്? ആരാന്ന്? നിങ്ങളോടാണ് ചോദിച്ചത്, ആരാണിത് ചെയ്തതെന്ന്. സാർ, ഞാനാ അറിയാതെ മെഷീന്റെ മേലെ വെച്ചതാ. ഞാൻ പോയിന്ന് കരുതിയോ? നീ വരുന്നത് ഞങ്ങൾ കാത്തിരുന്നത്. ഇന്നെ ഒന്ന് കൈ കിട്ടാനാണ് ഞാൻ കാത്തിരുന്നത്. സാറയോട് സംസാരിക്കരുതെന്നും അവളോട് കൂട്ടുകൂടരുതെന്നും പറഞ്ഞാൽ നീ കേൾക്കില്ല അല്ലേ? പറയടാ. അവളാ സംസാരിച്ചത്.
അവൾ ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലും നീ മിണ്ടരുത്. ഇവരോട് സംസാരിച്ച് കാര്യമില്ല. അടിക്കടാ അവനെ. വാ, ഓടിക്കോ, പഞ്ചറാക്കുന്നു. അത് എന്റെ ഇഷ്ടാടാ. എന്നാ പിന്നെ കാണാം. ചിലർക്ക് വീട്ടിൽ പോകാനുള്ള തിരക്കായി. എന്താടാ ചോറിനാൻ വീട്ടിലേക്ക് പോകുന്നോ അതോ? ക്യാൻറ്റീനിലേക്കാ, വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏയ്, അവിടെ എന്താ ചെയ്യുന്നത്? എണീറ്റ് പോടാ. ജുമാൻജി. എന്താ അത്? വര ഇട്ടിട്ടുണ്ടല്ലോ. നടുക്കൊരു കണ്ണാടിയുണ്ട്. ഇത് കോയനാണല്ലോ. ഇതുകൊണ്ട് എങ്ങനെയാ കളിക്കുക? നീ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല, ഞാൻ വെറുതെ. ഓ, എന്തു പറ്റി മോനെ? മുറിഞ്ഞിട്ടുണ്ടല്ലോ, ചോര വരുന്നു. ഈ കമ്പനിക്ക് ഇത്രമാത്രം വളർച്ചയുണ്ടാകാൻ കാരണം നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സ് ആണ്. നിങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രരാവേണ്ടത് എന്റെ ഫാക്ടറിയിലെ ജോലിക്കാരാണ്. അവരുടെ സഹകരണവും ഒത്തൊരുമയും കാരണമാണ് ഇന്ന് ഈ കമ്പനി ലോക പ്രശംസ അറിയിച്ചതും മുന്നണിയിലെത്തിയതും. അതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് കഴിഞ്ഞില്ലേ? നിങ്ങളോട് പറയാനുള്ളത്, പ്രസംഗം കൊളാക്കരുത് കേട്ടോ. മാനക്കാട് എനിക്കും കൂടിയാ. പ്രസംഗിക്കും, എങ്ങനെ? എന്നാലും ചെറിയ ഡൗട്ട്. സംശയിച്ചു നിന്നാ കുഴയും. വാ, അലനോട് കാര്യം പറഞ്ഞിട്ട് പോകാം. അലൻ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ ഡാഡി. ആ പിള്ളേരെ അടിച്ചത് ഓർത്ത് നീ വിഷമിക്കണ്ട. അവരുടെ പാരന്റ്സിനോട് ഞാൻ സംസാരിച്ചോളാം. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ പാരന്റ്സിനോട് വിവരം അറിയിക്കായിരുന്നു. സാരമില്ല. ഇറ്റ്സ് ഓക്കെ ഡാഡി. നിന്നെ കുറിച്ച് എനിക്ക് മതിപ്പ് തോന്നുന്നു മോനെ. ആ പിള്ളേരെല്ലാം കൂടെ നിന്നെ അടിച്ചപ്പോ നീ അവരെ ഒറ്റയ്ക്ക് നേരിട്ടില്ലേ? എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇതുപോലൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ക്ലിഫ്സൈഡ് സ്കൂളിലെ ഹോസ്റ്റലിൽ ചേർക്കാൻ പോകുന്നത്. നാളെ തന്നെ മോനെ ആ സ്കൂളിൽ ജോയിൻ ചെയ്യാം. ഞാനിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. അവന്റെ ചോദ്യം നിങ്ങൾ കേട്ടില്ലേ? കുട്ടികളെ ഹോസ്റ്റലിൽ അയച്ച് പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം അവരെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല എന്നല്ല. ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടാണ് നിന്റെ മുത്തച്ഛനും അങ്കിളും ഈ ഞാനും എല്ലാം ഇന്നത്തെ ഈ പദവിയിലെത്തിയിരിക്കുന്നത്. ഇതാണോ ഡാഡി പറഞ്ഞ ഹോസ്റ്റല്? അതെ, നീ താമസിക്കാൻ പോകുന്ന ഹോസ്റ്റലാണിത്. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടായില്ലേ? ആ, കൊള്ളാം. ഹോസ്റ്റല് കാണാൻ നല്ല ഭംഗിയുണ്ട്.
പക്ഷെ എനിക്കെന്തോ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ ഇഷ്ടമല്ല ഡാഡി. അവിടെ ഇതുപോലുള്ള സൗകര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇവിടെയും പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തും. ഡാഡി സ്വന്തം തീരുമാനം മാറ്റുന്നില്ലെങ്കിൽ ഞാനും എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. നീ പോയേ തീരൂ. ആ സ്കൂളിൽ പഠിക്കണം, ആ ഹോസ്റ്റലിൽ താമസിക്കണം. വെറുതെ ഇരി. നിന്റെ ഡ്രസ് എടുത്തേക്ക്. ഞാൻ ഇവിടുന്ന് പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ല, തീർച്ച. തർക്കുത്തരം പറയുന്നത് നീ ആദ്യം നിർത്ത്. നീ ഹോസ്റ്റലിൽ ചേർന്ന് പഠിച്ചാലേ നിന്റെ ഈ സ്വഭാവം മാറൂ. ബൈ അലൻ. പോയിക്കോളാം, ഞാൻ എവിടെയെങ്കിലും പോയി തൊലഞ്ഞോളാം. ടെൻഷൻ ആവാതിരിക്കെ. അവൻ പറഞ്ഞു കേട്ടില്ലേ? അവൻ അറിയാതെ പറഞ്ഞതാ. ഈ കാര്യം അവൻ മാറും. ഹോസ്റ്റലിൽ അയച്ച് പഠിപ്പിക്കത്രേ. ഈ വീടേ ഒരു ഹോസ്റ്റൽ പോലെയാ. അവരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിന്റെ സൈക്കിൾ തിരിച്ചു തരാൻ വന്നതാ. എന്നോട് ആരാ കൊണ്ടുവരാൻ പറഞ്ഞേ? എന്റെ സൈക്കിൾ വാങ്ങിക്കൊണ്ടുവരാൻ എനിക്കറിയാം. ഞാൻ അവരെ ശരിക്കും വഴക്ക് പറഞ്ഞിട്ട് വന്നിരിക്കുന്നേ. എനിക്ക് വേണ്ടി നീ ആ പിള്ളേരോട് വഴക്കിന് പോകണ്ടായിരുന്നു. അവരെ ഞാൻ പിന്നെ കണ്ടോളാം. എവിടുന്ന ഒരു ശബ്ദം? നീയും ആ ശബ്ദം കേട്ടോ? ആ, ശരിക്കും കേട്ടു. എന്നാ എന്റെ കൂടെ വാ. എന്റെ ഡാഡിയുടെ ഫാക്ടറിക്ക് അടുത്തൊരു ബിൽഡിംഗ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു സാധനം കിട്ടി. ഇതാണ് കിട്ടിയത്. എന്താ ഇത്? വിചിത്രമായിട്ടുണ്ടല്ലോ. ഇതൊരു ഗെയിമാന്ന് തോന്നുന്നു. വാ, എന്താന്ന് നോക്കാം. ജുമാൻജി ഭാവിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഭൂതകാലത്തിലെ മൃഗങ്ങളെ നിങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വിചിത്ര വിനോദം. ഡൈസിൽ 2 വീണാൽ വീണ്ടും കളി തുടരാം. നീ ആദ്യം കളിക്കുന്നോ? ഇതുപോലത്തെ ഗെയിംസ് കളിച്ചു കളിച്ച് എനിക്കും അടുത്തു. നീ തന്നെ കളിച്ചോ. ഹേയ് സാറാ, ഈ കോയൻ താനെ നീങ്ങുന്നത് കണ്ടോ? ഒരുപക്ഷെ ഇതിനകത്ത് മാഗ്നറ്റ് ഉണ്ടാവുമോ? എന്താ എഴുതിയിരിക്കുന്നേ? രാത്രിയിൽ പറക്കുന്നത്. ഇത് കണ്ടേ ഉടൻ ഓടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്തോ ഒരു ഒച്ച. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മൂടി വെച്ചേക്ക്. ശരി. കോയൻ നീങ്ങിക്കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മണി 8 എനിക്ക് വീട്ടിൽ പോണം. ഇനി നീ കാട്ടിൽ താമസിക്കേണ്ടി വരും. 8 അല്ലെങ്കിൽ 5 വീഴുന്നവരെ കാട്ടിൽ തന്നെ കഴിയണം. കാട്ടിൽ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ ഗെയിം കളിച്ച് 26 വർഷങ്ങൾക്ക് ശേഷം. വരും മേഡം, വരൂ. കുറെ കാലം പൂട്ടിക്കിടക്കുന്ന വീടല്ലേ, അതുകൊണ്ട് നിറയെ പൊടി ഉണ്ടാവും. പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി വൃത്തിയാക്കിയ മനോഹരമായിരിക്കും. നല്ല വലിയ വീട്. ഈ ഹാൾ എനിക്ക് വലിയ ഇഷ്ടായി. വെരി നൈസ്. നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ അലങ്കരിച്ചു വെച്ചാ നല്ല രസമായിരിക്കും. ആഹാ, ഈ മുറി ഉണ്ടല്ലോ, അത് നമുക്ക് കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റഡി റൂം ആക്കിയാ ഇവിടെ ഇരുന്ന് പഠിക്കാൻ നല്ല രസമായിരിക്കും. പീറ്റർ, ജൂലി, ഒന്നിങ്ങോട്ട് വാ. മേഡത്തിന് ഇവര് 2 പേര് മാത്രമേ ഉള്ളൂ? ഇവര് എന്റെ മക്കളല്ല,
ഇവര് രണ്ടാളും എന്റെ ഏട്ടന്റെ മക്കളാ. ഏട്ടനും ഭാര്യയും ആക്സിഡന്റിൽ മരിച്ചുപോയി. അന്നു മുതൽ ഇവരുടെ ഗാർഡിയൻ ഞാനാ. ആ, കുട്ടികൾ വന്നു. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. പിള്ളേർക്ക് വീട് ഇഷ്ടപ്പെട്ടല്ലോ. ആ, ഞാനൊന്ന് മുകളിൽ പോയി നോക്കട്ടെ. ഇവിടെ വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നവുമില്ല. ഈ ഫർണിച്ചറൊക്കെ നിനക്കുള്ളതാ. ഇതിലിരുന്ന് പഠിക്കാൻ നല്ല രസമാ. എന്താ നോക്കുന്നത്? ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? ഏയ്, എന്താ ഒന്നും പറയാതെ പോകുന്നത്? എന്താ ഇവൻ എന്താ ഒരു മൂഡൌട്ട്? വല്ലാതിരിക്കുന്നല്ലോ. ഡാഡിയും മമ്മിയും മരിച്ചതിന് ശേഷം അവൻ ആരോടും സംസാരിക്കാറില്ല. അയ്യോ, അതറിയാതെ ഞാൻ അവനോട് എന്തൊക്കെയോ പറഞ്ഞു പോയി. സോറി. ഇറ്റ്സ് ഓക്കെ ആന്റി. ഡാഡിക്കും മമ്മിക്കും എന്നെക്കാൾ അവനോടാണ് കൂടുതൽ ഇഷ്ടം. അവനായിരുന്നു വീട്ടിലെ ഓമനക്കുട്ടൻ. ഡാഡിയും മമ്മിയും എവിടെ പോയാലും അവനെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അന്ന് ആദ്യമായിട്ടാ വിട്ടിട്ട് പോയത്. ആ യാത്രയിൽ അവർ രണ്ടുപേരും, അത് ഞാൻ എങ്ങനെയാ പറയാ, ഡാഡിയും മമ്മിയും പോയ കാര്യം ആക്സിഡന്റ് ആയിരുന്ന വിവരം ഫോണിൽ വന്നപ്പോ ഒരു മിനിറ്റ്. അമ്മയും അച്ഛനും ഇല്ലാത്ത ദുഃഖം അറിയിക്കാതിരിക്കാനാ ഞാൻ ആ വീട് വിറ്റത്. ഈ വീട് ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി. ഇത് തന്നെ ഫിക്സ് ചെയ്യാം. താങ്ക് യു മാഡം. താങ്ക്സ്. നാളെ രാവിലെ 10 മണിക്ക് വന്നാ ബാക്കിയുള്ള പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെക്കാം. ഓക്കെ, നിങ്ങളെ പേപ്പേഴ്സ് ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം സൈൻ ചെയ്താൽ മതി. ഉടനെ ഷിഫ്റ്റിംഗുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ, ഷുവർ. ഇതിൽ ഈ മാതിന്റെ താക്കോൽ ഏതാന്ന് ആർക്കറിയാം? ഇതൊക്കെ വഴിന്നൊന്ന് മാറ്റി വെക്കേ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? നീ എങ്ങോട്ടായി പോന്നേ? ഇവൻ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല. വേഗം വന്ന് ഇതൊന്ന് മാറ്റി വെക്ക്. പീറ്റർ, ഈ സൂട്ട് കേസ് ഒന്ന് എടുത്ത് മുറിയിൽ വെക്കേ. വേഗം പണിയൊക്കെ തീർത്താലേ ഹോട്ടലിൽ പോവാൻ പറ്റൂ. ഐസ്ക്രീം ആണെങ്കിൽ വേഗം ആട്ടെ. എന്തു പറ്റി? എന്തിനു നീ കരഞ്ഞേ? മുകളിലെ മുറിയിൽ എന്തെങ്കിലും കണ്ടു കാണും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. പയ്യൻ എന്തോ കണ്ടു പേടിച്ചു. കടവാതിൽ പോലെ ഉണ്ടെന്നാ പറഞ്ഞത്. ഒന്ന് ഇവിടെ വരെ വരുവോ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇതുപോലെയുള്ള കടവാതിലാണെന്ന് അവൻ പറഞ്ഞത്. ഈ കടവാതിലോ? നോ ചാൻസ്. ഇത് ആഫ്രിക്കൻ കടവാതില. 60 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നാണിവ. എന്നോ ഈ വംശം മുഴുവനായി നശിച്ചുപോയി. പക്ഷെ അവൻ കണ്ടത് ഇതുപോലത്തെ കടവാതിൽ. അവൻ എന്തെങ്കിലും കണ്ട് പേടിച്ചു കാണും. പേടി കൊണ്ട് പിച്ചുമ്പയും പറഞ്ഞതായിരിക്കും. ഞാൻ ഇതുവരെ ഭൂതങ്ങളും പ്രേതങ്ങളും ശല്യപ്പെടുത്തുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതിന്റെ ഒരു പുതിയ കഥ. കഥയല്ല, വാസ്തവമാ പറഞ്ഞത്. ഈ വീട്ടിൽ ആലൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. സ്വന്തം അച്ഛൻ തന്നെ അവനെ കൊന്നു. എങ്ങനെയാ കൊന്നതെന്നറിയില്ല. പക്ഷെ അവന്റെ ശവം ഈ വീടിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവന്റെ ശവം കുഴിച്ചിട്ടിരിക്കുന്നത് ഈ മുറിയിലായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. പ്രേതത്തെ കണ്ടായിരിക്കും നിങ്ങൾ പേടിച്ചത്. രണ്ടാളും അവിടെ എന്താ ചെയ്യുന്നത്? സ്കൂളിൽ പോകാൻ നേരായി. വേഗം വാ, ആന്റി വിളിക്കുന്നത് കേട്ടില്ലേ? മാഡം, ഇവിടെ പേടിക്കാനൊന്നുമില്ല. പൂട്ടിക്കിടന്ന വീടല്ലേ. അവരെന്തെങ്കിലും കണ്ട് പേടിച്ചു കാണും. വേറൊന്നുമില്ല. ഞാൻ പോട്ടെ. എല്ലാം ഓക്കെ.
പോലെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. ആരും ഹെൽപ്പിനില്ല. നീ എന്താ നോക്കിയിരിക്കുന്നത്? വേഗം കഴിക്ക്. ഭക്ഷണത്തിന് മുന്നിൽ ഇന്ന് കളിക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കിടന്നാ മതിയായിരുന്നു. അവരെ പറ്റിച്ച് ചുള്ളുവില് വീട് വാങ്ങി എന്നല്ലേ കരുതിയത്? നേരെ മരിച്ച അവരെ നമ്മളെ പറ്റിച്ചത്. ഈ വീട്ടിൽ ആലൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ഒരു ദിവസം അവന്റെ അച്ഛൻ അവനെ എന്തോ ഒരു കാരണം കൊണ്ട് കൊന്നത്രേ. ഓരോരുത്തർ ഓരോന്ന് പറയും. നീ എന്തിനാ അതൊക്കെ കേൾക്കാൻ പോന്നെ? നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. എന്തു പറഞ്ഞാലും ആന്റി വിശ്വസിക്കില്ല. ഇപ്പോഴും ഞാൻ കൊച്ചുകുട്ടിയാണെന്ന വിചാരം. പോലീസുകാരൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത്. എന്തെങ്കിലും സംഭവിച്ചാലേ ആന്റിക്ക് വിശ്വാസമാവുള്ളൂ. കുറച്ചു മുൻപ് നീ എന്തെങ്കിലും ശബ്ദം കേട്ടോ? നീ കേട്ടോ? അതുകൊണ്ടാണോ നീ പേടിച്ച് ഇങ്ങോട്ട് വന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെന്തിനാ നീ വന്നേ? ഒരിക്കലും നീ ഇങ്ങോട്ട് വരാറില്ലല്ലോ. പേടിച്ചു അല്ലേ? വെറുതെ ഞൊടിഞ്ഞോണ്ടിരിക്കാതെ മനുഷ്യനെ ഉറങ്ങാൻ വിട്. എന്റെ മുറി വന്നിട്ട് എന്നോട് തട്ടിക്കേറിയ രണ്ടുപേരും റെഡിയായില്ലേ? ഞാൻ ഓഫീസിൽ പോവാ. സ്കൂൾ ബസ് ഇപ്പൊ വരും. ഓക്കെ? ഒരു താക്കോല് നിങ്ങളുടെ അടുത്തില്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ പ്രശ്നം? എന്താ മുകളിലോട്ട് നോക്കുന്നത്? ഒന്നുമില്ല. ഞാൻ ഇന്നലെ മുതൽ കാണുന്നുണ്ട്. എന്താ നിങ്ങളുടെ പ്രശ്നം? ബസ് വരുന്നതുവരെ ഞാൻ കാത്തിരിക്കണോ? വേണ്ട ആന്റി, ഞങ്ങൾ പോയിക്കോളാം. പോയിക്കോളുവോ? അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട ആന്റി, ഓഫീസിലേക്ക് പോയിക്കോ. ബസ് വന്ന് ഞങ്ങൾ പോയിക്കോളാം. ശരി, രണ്ടുപേരും ഇവിടെ തന്നെ നിന്നാ മതി. വീട് പൂട്ടിയിട്ട് വേണം പോകാൻ. ഇവിടെ നിന്നാലേ ബസ് വരുന്ന ശബ്ദം കേൾക്കൂ. ബൈ. നീ ശബ്ദം കേട്ടില്ലേ? ഞാൻ കേട്ടില്ല. കള്ളം പറയണ്ട. ശബ്ദം വരുന്നത് ഈ വശത്തുനിന്നാ. നീ അവിടെ പോയി നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. അതെടുത്തോണ്ട് വാ. ഇതെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ജുമാൻജി നിങ്ങളെ ഭാവിയിലേക്ക് കൊണ്ടുപോകും. ഭൂതകാല മൃഗങ്ങളെ നിങ്ങളുടെ സമീപത്ത് കൊണ്ടുവരുന്ന ഒരു വിചിത്ര വിനോദം. ഡൈസിൽ 2 വീണാൽ വീണ്ടും കളി തുടരാം. ഇതിന്റെ ഇടയിൽ ഒരു പക്ഷെ മാഗ്നറ്റ് ഉണ്ടാവും. ആദ്യം നീ കളിക്കേ. ആറ്. എന്തിനാ ഇത് താനെ നീങ്ങുന്നുണ്ടല്ലോ? ഇത് കഴിച്ചാൽ നിങ്ങളുടെ ദേഹം ചൊരിഞ്ഞു തടിക്കും. തുമ്മലുണ്ടാവും.
കളി അവസാനിപ്പിക്കാനാവില്ല. കുരങ്ങുകളെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാനുമാവില്ല. എന്താ ശബ്ദം? വാ നോക്കാം. ഇതൊരു വല്ലാത്ത കളിയാണത്. ഈ കുരങ്ങുകൾ ആ ഗെയിമിനായിരിക്കും വന്നത്. നമ്മൾ കളിക്കുന്നത് ശരിയാണെന്ന് അറിയില്ലല്ലോ. ഇതെന്താണെന്ന് വായിച്ചു നോക്കിട്ട് കളിക്കാം. ഇതിൽ നിന്ന് വരുന്ന മൃഗങ്ങളെല്ലാം കളി തീർന്ന ശേഷമേ പോകും. അപ്പോ അത് ഇവിടെ തന്നെ ഉണ്ടാവോ? കളിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ഈ വിചിത്ര ഗെയിം കളിക്കുന്ന 2 പേരിൽ ഒരാൾ ജുമാൻജി എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ കളി അവസാനിപ്പിക്കാനാവൂ. ജൂലി, അടുക്കളയിലെ കുരങ്ങളെല്ലാം പോയി. ഇതടിച്ചേക്ക്. നിക്കടാ, ധൃതിപ്പെടാതിരിക്കുക. ഈ കളി തീർന്ന ശേഷം ഇതിൽ നിന്ന് വന്ന മൃഗങ്ങൾ പോകൂ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആപത്തുണ്ടാവും അത്രേ. നമുക്കിത് എങ്ങനെയെങ്കിലും തീർക്കാം. എനിക്കെന്തിനു തരുന്നത്? നേരെ 2 ഇട്ടത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കളിക്ക്. വേഗം ആവട്ടെ. 5. നിന്നെ തിന്നാൻ വരുന്നു. അതിന്റെ അടുത്തുനിന്ന് നീ രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്റെ ജീവൻ പോകും. ഏതോ വലിയ ആപത്തുണ്ടാവുന്ന തോന്നണേ. ആരോ അകത്ത് കിടന്നിട്ടുണ്ട്. ഏതോ ആ ഗെയിമിന്റെ അകത്തുനിന്ന് വന്നതാണ്. ഇതിന്റെ അടുത്ത് കുടുങ്ങി തീർന്നു. എല്ലാം അങ്ങനെ തന്നെയുണ്ട്. എന്റെ സൈക്കിൾ, എന്റെ ബുക്സ്, എന്റെ ഷർട്ട്, അതേ ചോരക്കറ. ഡാഡി, മമ്മി,
നിങ്ങളിൽ ആരാണ് ജുമാൻജി ഗെയിമിൽ 5 ഓ 8 ഓ ഇട്ടത്? ഞാനല്ല, ഇവനാ. താങ്ക് യു. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല, മറക്കുകയേയില്ല. മമ്മി 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 ഞാൻ വന്നു. മമ്മി എവിടെയാണ് മമ്മി? ഞാൻ വന്നു. ഞാൻ തിരിച്ചു വന്നു. നമ്മുടെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. എവിടെ മമ്മി? ഡാഡി എവിടെ? നിങ്ങൾ രണ്ടുപേരും ആരാ? ഇവിടെ എന്തിനു വന്നു? എന്റെ പേര് ജോലി, ഇവന്റെ പേര് പീറ്റർ. എന്റെ ഡാഡിയും മമ്മിയോടെ ഡാഡി ഫാക്ടറിയിലേക്ക് പോയിരിക്കണം. അപ്പോ കാണാതെ പോയ ആലൻ നിങ്ങളാണോ? ഞാൻ തന്നെ. എന്നെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. മമ്മി പുറത്തു പോയതാണോ? ഞങ്ങൾക്കറിയില്ല. കുറച്ചു ദിവസം മുമ്പാണ് ഞങ്ങൾ ഈ വീട് വാങ്ങി ഇങ്ങോട്ട് വന്നത്. 26 വർഷം മുമ്പ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞ ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ ഡാഡിയും മമ്മിയും എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അങ്കിൾ എങ്ങോട്ടാ പോകുന്നേ? ഫ്രീഡം സ്ട്രീറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യണം പ്ലീസ്. ഓവർ. ഏത് സ്ട്രീറ്റ്? ഫ്രീഡം സ്ട്രീറ്റ്. കുറച്ചു നേരം മുൻപാണ് ഫോൺ വന്നത്. എന്താ കാര്യം നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കണം. ആരാണത്? മര്യാദക്ക് താഴെ ഇറങ്ങുന്നത് എനിക്ക് നല്ലത്. കാട്ടുമനുഷ്യനാണോ നീ? അല്ല, ഞാൻ എന്റെ ഡാഡിയും മമ്മിയും അന്വേഷിച്ചു വന്നതാ. നിങ്ങൾ അവരെ കണ്ടോ? അപ്പോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണോ? അല്ല, ഇത് ഏതാണ് വർഷം എന്നൊന്ന് പറയാൻ പറ്റുമോ? 1995 ഏപ്രിൽ മാസം. 1995. അത് പോട്ടെ, നീ ആരാ? ടാർസനാണോ വിചാരം? കാട്ടുന്ന് വഴിതെറ്റി വന്നതാ? 26 വർഷങ്ങൾ കടന്നുപോയി. നീ ഏത് നാട്ടുകാരനാ? ഈ നാട്ടുകാരൻ തന്നെയാ. ഇത്രയും കാലം ഞാൻ ജുമാഞ്ചിയിലായിരുന്നു. എന്ത്? അതെ ഇന്തോനേഷ്യയിലാണ് സർ. സി ബെന്റ്ലേ. ഇയാള് ഡാഡിയുടെ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇയാളെ നിങ്ങൾക്ക് അറിയോ? നന്നായിട്ടറിയാം. തന്നെ ആയിരിക്കും. ആരാ ഇയാള്? എന്താ ഈ വേഷത്തില്? ഇദ്ദേഹം ഞങ്ങളുടെ ഒരു അങ്കിളാണ് സർ. പറഞ്ഞത് കുരങ്ങന്മാർ. ഇയാൾക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് ടോസിനാവണമെന്ന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ വേഷം മാറി നടക്കുന്നത്. അയ്യോ, എന്റെ കാറ് ഓടിച്ചോണ്ട് പോകുന്നു. അയ്യോ, വണ്ടി നിർത്ത്. അയ്യോ, എന്റെ വണ്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അങ്കിൾ അവിടെ നിൽക്ക്. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഡാഡിയെ കാണാൻ ഡാഡിയുടെ ഫാക്ടറിയിലേക്ക് പോവുക. ഇത് വാങ്ങാനാണ് നിങ്ങൾ ഇവിടെ വന്നത്? അല്ല, ഇയാളാ? എന്താ ഈ വേഷത്തിൽ? ഈ പ്രതിമ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. സൂക്ഷിച്ചു പോ മക്കളെ. ഇതാണ് എന്റെ ഡാഡിയുടെ ഷൂ ഫാക്ടറി. ഇംഗ്ലണ്ടിലെ നമ്പർ 1 ഷൂ നിർമ്മാതാക്കളായിരുന്നു ഇവർ. ഡാഡി ഡാഡി
സോറി, ഇത് ഡാഡിയുടെ റൂമാണെന്ന് കരുതി വന്നതാ. ഇവിടെ ഉണ്ടായിരുന്ന ഷൂ ഫാക്ടറിക്ക് എന്തു പറ്റി? എന്ത്? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? 26 വർഷം മുമ്പ് ഈ ഫാക്ടറി തീ കത്തി നശിച്ചു പോയല്ലോ. ഒരു സാധനം പോലും ബാക്കിയില്ലാതെ എല്ലാം കത്തി നശിച്ചു പോയി. ഓണർക്ക് ഇത് വീണ്ടും തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? മനുഷ്യന് ഒരു ദുരിതം വന്നാൽ കുഴപ്പമില്ല. ദുരിതങ്ങൾ മാത്രം വന്നുകൊണ്ടിരുന്ന ആ പാവ മനുഷ്യൻ എന്ത് ചെയ്യും? ഒരേ ഒരു മകനുണ്ടായിരുന്നു, ഒളിച്ചോടിപ്പോയി. മകൻ നഷ്ടപ്പെട്ടു, ബിസിനസ് നശിച്ചു. അയാളുടെ മനസ്സാകെ തകർന്നുപോയി. അന്നൊക്കെ അയാൾ കാറിൽ നിന്നിറങ്ങി ഫാക്ടറിയിലേ പോകുന്ന കാണാൻ എന്ത് രസമായിരുന്നു. എന്തോ ഒരു നല്ല മനുഷ്യൻ. ഈ തണുപ്പത്ത് ഇങ്ങനെ നടക്കാൻ പാടില്ല. ഇതാ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്തിട്ട്. താങ്ക്സ്. ഇതിന്റെ ഓണർ എവിടെയാണെന്ന് അറിയാമോ? ആഡം സ്ട്രീറ്റ് പോയാൽ കാണാം. അവിടെ അന്വേഷിച്ച് നോക്കിയ വിവരം അറിയാം. മമ്മി, ഡാഡി, നിങ്ങളുടെ ശവക്കല്ലറ കാണാനാണോ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞ് തിരിച്ചു വന്നത്? കളി കാര്യമാവോന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ പരമാർത്ഥമായി. ഞങ്ങൾക്കും അച്ഛനും അമ്മയും ഇല്ല. കുറച്ചു ദിവസം മുമ്പാണ് അവര് കാർ ആക്സിഡന്റിൽ മരിച്ചത്. കാനഡയിൽ വെച്ചാണ് അവര് മരിച്ചത്. അച്ഛനും അമ്മയും ഇല്ലാതെ വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? അപ്പൊ എന്നെ പിരിഞ്ഞ് ഡാഡിയും മമ്മിയും എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അവരുടെ മരണത്തിന് ഞാൻ കാരണക്കാരനായല്ലോ. എങ്ങോട്ട് പോകുന്നു? വേഗം വാടാ. ഒരു മിനിറ്റ്. ഈ ഗെയിം നമുക്ക് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. നമ്മളോ? ഞാനില്ല അതിനൊന്നും. ഈ ഗെയിമിൽ ഡേയ്സ് ഉരുട്ടുമ്പോഴൊക്കെ ഓരോ മൃഗങ്ങൾ കൂട്ടത്തോടെ വരുന്നു. അവയെ തടയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. എന്നെ കണ്ടിട്ട് സർക്കസിൽ ജോലി ചെയ്യുന്ന ആളെ പോലെ ഉണ്ടോ? ഇപ്പൊ ഈ ഗെയിം എങ്ങനെയാ അവസാനിപ്പിക്കുക? എനിക്കറിയില്ല. നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചോ. ഏയ്, എന്തു പറ്റി മേഡം? എന്തു പറ്റി? വേഗം പോയി സ്ട്രെച്ചർ എടുത്തോണ്ട് വാ, വേഗം. ആ കാറ് വന്ന സ്ത്രീക്ക് ആക്സിഡന്റ് ആയി. വേഗം സ്ട്രെച്ചർ എടുക്കും. ഒന്ന് വേഗമാവട്ടെ, അതൊക്കെ പിന്നെടുക്കാം. മേഡം, മേഡം, ഏയ്, അതൊക്കെ പിന്നെടുത്തൊക്കെ. നീ പിടിക്കേ. പീറ്റർ, ആ ആന്റിയെ കണ്ടോ? അവരാരെന്നറിയോ? അവരല്ലേ നമുക്ക് വീട് വാങ്ങിച്ചത്. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. ആ, കേൾക്കുന്നുണ്ട്. വേഗം കാറി കയറ്, വേഗം വേഗം. നോക്കിയിട്ട് അല്ല. നിങ്ങൾ ഒരു സത്യം പറയണം. ഞാൻ വരുന്നതിന് മുമ്പ് ഗെയിമിനകത്ത് നിന്ന് എന്തൊക്കെയാണ് വന്നത്? അതിന്റെ അകത്തുനിന്ന് കുറെ കുരങ്ങുകൾ വന്നു. പിന്നെ ഒന്നുമില്ല, ഒന്നുമില്ല. ഇതൊരു കൊതുവാ. പെട്ടെന്ന് കണ്ടപ്പോ ഞാനും വല്ലാതെ പേടിച്ചുപോയി. താഴെ ഇറങ്ങിയിരിക്കേ. അതിന് നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. ധൈര്യമായിട്ടിരിക്കേ. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഈ ക്ലാസ് കിടന്ന് അവ അകത്ത് കിടക്കില്ല. പേടിക്കാതിരിക്കേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർ ഓടിക്കാൻ അറിയോ? അറിയില്ലേ? സാരമില്ല. ഡാഡി കാർ ഓടിക്കുമ്പോ ഞാൻ പല പ്രാവശ്യം അടുത്തിരുന്ന് കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്. ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടായി. പിന്നെ ഇവിടെ നീല കളറിലൊരു സ്വിച്ച് ഉണ്ടാവണമല്ലോ. അതെവിടെ? എവിടെ ആ സ്വിച്ച്? എവിടെയാണത്? രക്ഷപ്പെട്ടു. ഇറങ്ങി വാ. ഡാഡിയെ കാണാൻ പറ്റിയില്ല. ഈ ഷർട്ട് ഇടാനുള്ള ഭാഗ്യമെങ്കിലും കിട്ടിയല്ലോ. അത് മതി. ഇതെന്റെ മുന്നിൽ കൊണ്ടുവരരുത്. എനിക്ക് വേണ്ട, വേണ്ട. ഇത് കണ്ടിട്ട് എന്തിനാ ഓടുന്നേ? നിങ്ങൾ സഹായിച്ചാൽ ഇത് അവസാനിപ്പിക്കാനാവൂ. പറ്റില്ല.
എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. എനിക്കിത് കാണണ്ട. ഇത് കാരണമായി എനിക്ക് ജീവിതം നഷ്ടമായത്, മാതാപിതാക്കൾ നഷ്ടമായത്. മതി, എനിക്കെല്ലാം മതിയായി. ദൈവമേ, വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് ജുമാൻജി കടന്നു വന്നോ? വേണ്ട. അങ്കിൾ, ഞങ്ങളെ സഹായിക്കാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഈ വേഷം ഒട്ടും ചേരില്ല. അതെന്റെ ഇഷ്ടം, നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചില്ല. എനിക്ക് ചെറുപ്പം തൊട്ടേ നല്ല സൗന്ദര്യബോധമുണ്ട്. അങ്കിള് ദേഷ്യപ്പെടണ്ട. അങ്കിള് കളിച്ചില്ലെങ്കിലും സാരില്ല. ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളി കണ്ടാ മതി. ഞങ്ങൾ രണ്ടാളും കളിച്ചോളാം. എനിക്ക് ഈ കളി കാണുക വേണ്ട. അപ്പൊ നിങ്ങൾ ഞങ്ങളെ സഹായിക്കില്ല എന്നാണോ? അതെ, ഇതല്ലാതെ വേറെ എന്ത് സഹായം ചോദിച്ചാലും ഞാൻ റെഡി. ഇതിന് മാത്രം എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. ജൂലി, ഇയാളോട് സഹായം ചോദിക്കണ്ട. ഇയാള് പേടിത്തോണ്ടരാ. ആരുടെ പേടിത്തോണ്ടൻ? നിങ്ങൾ തന്നെയാ. അല്ലാന്ന് തെളിയിക്കാൻ പറ്റുമോ? ജൂലി, വാ, നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം. ആ കളി കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ പറയാനേ. എന്തു വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാം. മാറി നിൽക്ക്. എനിക്ക് ധൈര്യമില്ല. നിന്നോട് ആരാ പറഞ്ഞ? ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ക്ഷമിച്ചപ്പോ തലേ കയറുക. എന്താടാ നിന്റെയൊക്കെ വിചാരം? നീ മൊട്ടയെന്ന് വിരിഞ്ഞിട്ട് പോലുമില്ല. എന്നെ കളിയാക്കാണല്ലേ? നിനക്ക് എന്തറിയാൻ ചെറുക്ക? എന്നെ കുറിച്ച് എന്തറിയാം? ഇത്രയൊക്കെ പറഞ്ഞല്ലോ നീ. എന്റെ സഹായമില്ലാതെ ഈ വീട്ടിൽ ഒരേ ഒരു ദിവസം, ഒരു രാത്രി നിനക്കോ നിന്റെ ചേച്ചിക്കോ താമസിക്കാൻ പറ്റുമോ? പറയടാ. കളിയാക്കാൻ എളുപ്പമാ. ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. എന്റെ സഹായമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കണമെന്ന്? അത് നടക്കില്ല. എത്ര പറഞ്ഞാലും ഈ കളിക്ക് ഞാനില്ല. വേണമെങ്കിൽ നിങ്ങൾ കളിക്കുന്നത് കണ്ടിരിക്കാം. എങ്ങനെയാ നീ ഇയാളെ കൊണ്ട് പകുതി സമ്മതിപ്പിച്ചു? ഓ ജൂലി, ഇയാൾ ഇതെങ്കിലും സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റെഡിയാണോ? ഞാൻ റെഡിയാ. അങ്കിൾ, നിങ്ങൾ റെഡിയാണോ? നീ ഡൈസ് ഉരുട്ട്, ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. എന്താ അനങ്ങാത്തത്? എത്ര പ്രാവശ്യം കളിച്ചിട്ടും കോയിൻ അനങ്ങുന്നില്ലല്ലോ. അങ്കിൾ, എന്താ ഇത് അനങ്ങാത്തത്? ഇത് നിന്റെ ചാൻസ് അല്ലെന്ന് തോന്നുന്നു. ഞാനാ കളിക്കേണ്ടത്. ആദ്യം ഞാൻ കളിച്ചു, പിന്നെ പീറ്റർ കളിച്ചു, ഞാൻ കളിച്ചു, പിന്നെ പീറ്റർ കളിച്ചു, ഇപ്പൊ ഞാനാ കളിക്കേണ്ടത്. ഈ ഗെയിമിൽ മൊത്തം 4 കോയിൻസ് ഉണ്ട്. 2 എണ്ണം നിങ്ങൾക്കുള്ളതാണ്, ബാക്കി 2 എണ്ണം ആർക്കുള്ളതാ? യെസ്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ കോയിൻ എന്റേതാ. 1969 ഞാൻ കളിച്ച ശേഷം ഇപ്പൊ നിങ്ങളാണിത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇനി കളിക്കേണ്ടത് ഞാനല്ല. പിന്നെ ആരാ കളിക്കേണ്ടത്? അവളാണിത് കളിക്കേണ്ടത്. അവളെന്ന് പറഞ്ഞാൽ ആരാ? സൈറ, എന്റെ ഗേൾഫ്രണ്ട്. ഇതാണ് അവളുടെ വീട്. ഇത് വീടല്ല, ഭാർഗവിദ്യാലയ പോലെയുണ്ട്.
അങ്കിൾ ഇവിടെ ആരുമില്ലാന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചു പോകാം. വേണ്ട, അവൾ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം സെറീന, ഇവിടെ വേറെ ആരോ ആണ് താമസം. നമുക്ക് പോവാം. അവരെവിടെയാണെന്ന് ഇവരോട് ചോദിച്ചാൽ അറിയാലോ. എന്നാ പിന്നെ വൈകണ്ട, വേഗം വാതിൽ തട്ടി ചോദിക്കേ. അതും ശരിയാ. ഇവരറിയില്ലെന്ന് പറഞ്ഞാൽ എവിടെ പോയി അന്വേഷിക്കും? ആരാ? ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാമോ? എനിക്ക് ആരെയും ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ നേരല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. മാഡം ഉറങ്ങാണ്, ഉണർത്താൻ പറ്റില്ല. നിങ്ങൾക്കറിയുമെങ്കിലും പറഞ്ഞാ മതി. എന്താ അറിയേണ്ടത്? നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവർ ഇപ്പൊ എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? കൊറേ കാലമായിട്ട് ഞാൻ തന്നെ ഇവിടെ താമസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് സേരയെ കുറിച്ച് അറിയുമല്ലേ? എന്താ പറഞ്ഞേ? സൈറ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളൊക്കെ ആരാ? സൈറ? അങ്ങനെ ആരും ഇവിടെ ഇല്ല. സൈറ കോട്ടിൽ. അവരെ നിങ്ങൾക്കും അറിയോ? 26 കൊല്ലം മുമ്പ് നീയും ഒരു ചെറിയ പയ്യനും ഗെയിം കളിച്ചു തോർക്കുന്നുണ്ടോ? ആ ഗെയിം എല്ലാം കുഴപ്പത്തിലാക്കി. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഗെയിമിന്റെ അകത്ത് പോയ പയ്യൻ ഞാനാണ്. ആലൻ? ഇവർക്ക് എന്ത് പറ്റി? ഞാൻ മരിച്ചു എന്നാണ് എല്ലാരും കരുതിയിരുന്നത്. ഇപ്പൊ ജീവനോടെ കണ്ടപ്പോ ഷോക്കായതാ. ഇവളുടെ ബോധം തെളിയട്ടെ. മരിച്ചവരാരെങ്കിലും തിരിച്ചു വരുന്നത് കേട്ടിട്ടുണ്ടോ? ഇന്ന് ഞാൻ മരിച്ച ഒരാളെ നേരി കണ്ടു. ചെറുപ്പത്തിൽ ഞാനും അടുത്ത വീട്ടിലെ പയ്യനും ഗെയിം കളിക്കുമ്പോ അവൻ അതിനകത്തേക്ക് പോയെന്ന് പറഞ്ഞിരുന്നില്ലേ? സത്യത്തിൽ അവൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ ജീവനോടെ ഉണ്ട്. കുറച്ചു നേരം മുമ്പ് അവന്റെ വീട്ടിൽ വന്നു. ഞാൻ കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയാതിരുന്ന എന്റെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നിനക്ക് ഫോൺ ചെയ്തത്. ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെയുണ്ട്. എന്നവാ നമുക്ക് അയ്യോ, ആ ഗെയിം കളിക്കണോ? ഞാനില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നെ 26 കൊല്ലം മുമ്പ് നീ നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ ആ കളി കളിച്ചത്. ദയവ് ചെയ്ത് എന്നെ വീണ്ടും കളി കളിക്കാൻ നിർബന്ധിക്കരുത് പ്ലീസ്. ഇത്രയും കാലം ഞാൻ സഹിച്ചതൊക്കെ മതി. ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഇതിൽ നിന്ന് പുറത്തു വരണ്ടേ? അതിനാണ് ഞാൻ കളിക്കാൻ പറഞ്ഞത്. എനിക്ക് ഈ ഗെയിമിന് ഒരു സംബന്ധമില്ല ആലൻ. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ നിന്റെ ഇതിൽ സഹായം ഉൾപ്പെടുത്തരുത് ഉണ്ടെങ്കിൽ പ്ലീസ്. ഈ ഗെയിം അവസാനിപ്പിക്കാൻ പറ്റൂ. ഗെയിമിന്റെ അകത്തേക്ക് പോയ ഞാനിപ്പോ പുറത്തു വന്നിരിക്കുന്നു. അതിന് കാരണക്കാരാരാണെന്ന് അറിയാമോ? ഈ കുട്ടികൾ. ഇപ്പോൾ നമ്മൾ ഒന്നിക്കാൻ കാരണക്കാരും ഈ കുട്ടികൾ തന്നെയാണ്. ഇവരെ രണ്ടുപേരെയും ഈ ഗെയിമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമ്മൾ സഹായിച്ചേ പറ്റൂ. നമുക്കല്ലാതെ മറ്റാർക്കും അവരെ സഹായിക്കാനാവില്ല. ഡൈസ് ഉരുട്ട്. ധൈര്യമായിട്ട് കളിക്കേ, ഒന്നും സംഭവിക്കില്ല. ദൈവമുണ്ട് നമ്മുടെ കൂടെ. ഇതാ പേടിക്കണ്ട സൈറ, ധൈര്യമായിട്ട് കളിച്ചോ. എന്റെ കൈ വരയ്ക്കുന്നു, പേടിയാവുന്നു. ശരി, എന്നാ ആ ഡൈസ് എന്റെ കയ്യിത്താ, ഞാനിടാം. ഓക്കെ, ഇതാ. ഓ മൈ ഗോഡ്, എന്റെ കൈ തട്ടിയിട്ടു അല്ലേ? ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. ഈ ഗെയിമിൽ ഓരോരുത്തരും അവരവരുടെ കളി കളിച്ചേ പറ്റൂ. നീ കളിച്ചാലേ ഇനി എനിക്ക് കളിക്കാനാവൂ. വായിച്ചു നോക്ക്. മുളയേക്കാൾ നീളത്തിൽ വളരും, ഇതുകൊണ്ട് വലിയ ആപത്തുണ്ടാകും. വീണ്ടും ഒരു ആപത്ത്. എന്താ ഇതൊക്കെ? ആരും ചുമരിനടുത്തേക്ക് പോകരുത്. എല്ലാവരും ഒരുമിച്ചിരിക്കണം. അനങ്ങരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. അനങ്ങാതെ നിൽക്കൂ, അനങ്ങാതെ നിൽക്കൂ. എന്തൊരു ഭംഗിയാണ്. കാണാൻ ഭംഗിയുണ്ടാവും. ആ ഭംഗിയുടെ പുറകിലുള്ള ആപത്തിനെ കുറിച്ച് ആർക്കറിയാം? ഈ വള്ളികൾ മൃഗങ്ങൾക്ക് തുല്യമാണ്. ഇത് നമ്മളെ കൊല്ലുവോ?
പിടിവിടരുത്. വിടാതെ പിടിച്ചു. ഇതിനെ പൊട്ടിക്കണം. നിന്നെ അവസാനിപ്പിക്കാം. പീറ്റർ, പരിക്കൊന്നും പറ്റിയില്ലല്ലോ. പീറ്റർ, OneTamilMV.in. ഓ, എന്റെ കാറ് ആവോ, എന്റെ കാറ് കിട്ടി. എന്റെ കാറാരെ മരത്തിലടിച്ചത്? അയ്യോ, പുകയുന്നുണ്ടല്ലോ. ഓ, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ കാറടിച്ച് മാറ്റി വന്നിട്ട് കൈ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണ്? ഹലോ, പറയൂ. കുറെ കുരങ്ങുകൾ റോഡിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഫോൺ വന്നിരിക്കുന്നു. എല്ലാ പണിയും ഒരു സമയത്ത് എന്നോട് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? ഡിപ്പാർട്ട്മെന്റ് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ? എന്റെ കാറാണെങ്കിൽ അതും പോയി. എന്റെ കൈ വിടാനാ പറഞ്ഞത്. വിട്. ഞാൻ പറയുന്നത് കേക്ക്. ഇതുവരെ ചാവാതിരുന്നതേ ഭാഗ്യം. ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. ഇതിനു വേണ്ടിയാണ് വിളിച്ചതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വരില്ലായിരുന്നു. എന്റെ കൈ വിട് ദൈവമേ. നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഞാൻ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം. ആലൻ പ്ലീസ്, പറയുന്നത് കേക്ക്. 26 വർഷം അനുഭവിച്ച വേദന എനിക്കറിയും. നീ വേദന അനുഭവിച്ചെന്നോ? കാട്ടിലും മലയിലും മൃഗങ്ങളുടെ കൂടെയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് അങ്ങനെ പറയാമായിരുന്നു. പുരുഷന്മാർക്ക് വെറുതെ പറഞ്ഞാൽ മതി. ഞാനൊരു സ്ത്രീയാ. സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ചവർക്ക് അറിയൂ. 26 വർഷം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞ് നിന്നെ ഞാൻ വേദനിപ്പിക്കുന്നില്ല. എന്നോട് ക്ഷമിക്ക് സൈറ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചു. സാരമില്ലാലോ. ഏതായാലും രണ്ടുപേരും സമാധാനമായല്ലോ. ഇനി ഈ ഗെയിം കളിച്ച് അവസാനിപ്പിച്ച എല്ലാവരുടെ പ്രശ്നവും അതോട് തീരുമല്ലോ. ഈ ഗെയിമിൽ ഞാൻ കുടുങ്ങിയാലോ? ഒന്നും സംഭവിക്കില്ല. എന്റെ ജീവൻ പോയാലും ഞാൻ നിന്നെ രക്ഷിക്കും. ഞാനും സഹായിക്കാം. ഞാനും നിങ്ങളെ സഹായിക്കാം. ഇത് നുണയല്ല, സത്യ. ഞാൻ പറഞ്ഞത് സത്യ. ഞാൻ ഉറപ്പു തരാം സൈറ, നിനക്ക് ഞങ്ങളെ 3 പേരെയും വിശ്വസിക്കാം. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളോടൊപ്പം ചേരാം. ഒരപകടവും സംഭവിക്കരുത് ദൈവമേ. ഒന്നും സംഭവിക്കില്ല. നമുക്ക് 4 പേർക്കും ഈ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാനാവും. എന്നെ വിശ്വസിക്കേ, നമുക്കെല്ലാം തിരിച്ചു കിട്ടും. മൃഗങ്ങളെ വേട്ടയാടുന്നവൻ നിന്നെ വേട്ടയാടാൻ വന്നുകൊണ്ടിരിക്കുന്നു. സാധിക്കുമെങ്കിൽ അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. എന്തു പറ്റി? എനിക്ക് ആപത്ത് വരുന്നുണ്ട്. എവിടെ പോയാലും നീ രക്ഷപ്പെടില്ല. നിന്നെ കൊന്നേ ഞാൻ അടങ്ങൂ. ഞാൻ നിന്റെ കാലനാടാ, അതോർത്തോ. ഓടിച്ചോ, നിന്നെ ഞാൻ എടുത്തോളാം. ഏയ്, ആരാണ്? മര്യാദയ്ക്ക് തോക്ക് താഴെയിടുന്നത് നല്ലത്. രക്ഷപ്പെട്ടോ?
എങ്ങനെ പോയാലും എന്റെ കാറിന് ആപത്ത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ കളിക്കില്ലെന്ന്. ആലന എന്നെ കൊണ്ട് ഡൈസ് ഇടിപ്പിച്ചത്. ഈ ഗെയിം കാരണം പല ആപത്തുകളും ഉണ്ടാവുന്ന എനിക്കറിയാം. പണ്ട് കടവാതിലുകൾ എന്നെ ആക്രമിച്ചപ്പോ ഞാൻ പേടിച്ചോടിയത് എനിക്കെല്ലാം അറിയൂ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഗെയിം വലിച്ചെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം. ഇനി ആരാ കളിക്കേണ്ടത്? എത്തിയല്ലോ. ഇനി ഞാനാ കളിക്കേണ്ടത്. എന്തിനാ വൈകുന്നേ? തുടങ്ങാം. വെറുതെ അവരെ നിർബന്ധിക്കേണ്ട. ഓരോ ആപത്തുകൾ ഉണ്ടാക്കി വെക്കും. എന്താരംഭിച്ചാലും അതിനൊരു അവസാനം എന്നൊന്നുണ്ടാവും. ഞാനും അതാ വിശ്വസിക്കുന്നത്. വിശ്വാസമാണ് ജീവിതം. ആലൻ, ആലൻ പ്ലീസ് നിൽക്ക്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? 26 വർഷം മുമ്പ് തുടങ്ങി വെച്ച ഗെയിം ഇനിയും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് തുടങ്ങിയത് ഇപ്പോഴെങ്ങനെ അവസാനിപ്പിക്കുക? എനിക്ക് വയ്യ. ഇനി ഈ കളിക്ക് ഞാനില്ല. ഗെയിം കളിക്കാൻ വൈകി എന്റെ ജീവൻ പൊക്കോട്ടെ. ഞാൻ ആരംഭിച്ചു വെച്ച പ്രശ്നങ്ങൾ എന്നെ കൊണ്ട് അവസാനിക്കട്ടെ. ഈ കുട്ടികൾക്ക് നിനക്കും ഒന്നും സംഭവിക്കില്ല. എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കും. അതെങ്ങനെയാ? ഒരുത്തൻ തോക്കം കൊണ്ട് വന്നപ്പോഴേ ഞങ്ങൾ തനിച്ചാക്കിട്ട് നീ ഓടിപ്പോയില്ലേ? അവനെ എനിക്കറിയില്ല. എന്നെ കാട്ടിൽ കണ്ട അന്ന് മുതൽ അവൻ എന്റെ പുറകെ തോക്കും ചൂണ്ടി നീ നടക്കുക. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ പുറകെ വരുന്നത്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നേരിടണ്ടേ? അല്ലെങ്കിൽ പോലീസിന് പരാതി കൊടുക്ക്. മണ്ടത്തരം പറയാതിരിക്കും. ഇതൊരു ഗെയിമിന്റെ പ്രശ്നമാ. അതിൽ നിന്ന് ഒരുത്തം വന്ന് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ ആര് വിശ്വസിക്കും? നിനക്ക് നേരിടാൻ പേടിയാ? സഹായത്തിന് ആള് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളിപ്പോ കളിക്കാൻ വരുന്നുണ്ടോ? ഞാൻ ഡൈസിനാ പോവാ. നിന്നെ പറ്റി പറഞ്ഞിട്ട് എന്താ ഫലം? എന്നെ പറഞ്ഞാ മതി. ഞാൻ കയറി വന്നതുകൊണ്ടല്ലേ ഈ ഗെയിമിൽ നീ എന്നെ കളിക്കൂ. നിന്റെ സൈക്കിൾ തരാൻ വന്നത് അബദ്ധമായത്. ബർത്ത്ഡേ പാർട്ടിക്ക് പോയാൽ മതിയായിരുന്നു. എല്ലാം എന്റെ തലയിലെഴുത്ത്. നല്ല കുടുക്കിലാ ഞാൻ ഡാഡിയോടും മമ്മിയോടും ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോഴാണ് നീ അങ്ങോട്ട് വന്നത്. നീ വന്നത് കൊണ്ടാ ഞാൻ ഗെയിം കളിച്ചത്. അതുകൊണ്ട് തീർച്ചയായും നിനക്ക് എല്ലാത്തിലും പങ്കുണ്ട്. പഴിയിടണ്ട. നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നീ അന്ന് വന്നത് കൊണ്ടാ ഞാൻ കളിച്ചത്. ഓടിക്കോ. കാട്ടിൽ നിന്ന് മൃഗങ്ങൾ വരുന്നുണ്ട്. ഓടിക്കോ. അയ്യോ വേഗം ഓടിക്കോ. എടുത്തോട്ട് പോ. അതിക്കിത്താ മര്യാദക്കിത്താ നിൽക്കും. നല്ല കാലം അത് കൊത്തിക്കൊണ്ടുപോയി. ഏതായാലും ഒരു തലവേദന ഒഴിഞ്ഞു കിട്ടി. എങ്ങോട്ടാ പോന്നേ? വിധിയെ മാറ്റാൻ പറ്റുമോ? വാ നമുക്ക് പോവാ. എങ്ങോട്ടാ പോന്നെന്ന് പറഞ്ഞിട്ട് പോ. റോങ് നമ്പർ പ്ലീസ്. ഞാനും വരുന്നു. എന്ത് വേണം? ഇതുപോലൊരെണ്ണം വേണം. ഈ മോഡൽ 1903 നിർത്തിയതാ. എന്നാ പിന്നെ ഇതും കൊണ്ട് നടന്നിട്ട് എന്താ പ്രയോജനം? ഇതിവിടെ ഇരുന്നോട്ടെ. ഇത് പഴയ സാധനങ്ങൾ മേടിക്കുന്ന കടയല്ല. ഗണ്ണ് വേണമെങ്കിൽ ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് തന്നാ മതി, തന്നേക്കാം. ഇത് മുഴുവനും സ്വർണ്ണ നാണയങ്ങളല്ലേ? നമുക്ക് ഇപ്പൊ തന്നെ കച്ചവടം ഉറപ്പിക്കാം. സർ, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അടിപൊളി. 25 ബുള്ളറ്റ് ലോഡ് ചെയ്യാൻ സാർ. സാറിന് നാടക ട്രൂപ്പിലാണോ പണി? അല്ല, വേഷം കണ്ടപ്പോ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അതിങ്ങ് താ. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒന്ന് പെട്ടെന്ന് താ. എങ്ങനെ? അയ്യോ അയ്യോ, അതിന്റെ അഹങ്കാരം കണ്ടില്ലേ? നിന്റെ ഇത് മേടിക്കാനുള്ള വിദ്യ എനിക്കറിയാം.
ഹേയ്, നീ എങ്ങോട്ടാ? പീറ്റർ, പീറ്റർ, അതെങ്ങനെയെങ്കിലും എടുക്ക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മൊത്തം പ്രശ്നമാകും. വീടിടിച്ചിട്ട് പോയി ഞാൻ വെറുതെ വിടുമെന്നാണോ? കാണിച്ചു തരാം. ഏയ് പീറ്റർ, നീ സമർത്ഥനാണല്ലോ മോനെ. നല്ല കുട്ടി. അല്ല, നീ ഇങ്ങനെ മരത്തിന്റെ മേലൊക്കെ കയറാൻ പഠിച്ചത്? അവനോട് എന്തെങ്കിലും പറഞ്ഞൂടെ? മിടുക്കന, വാ നമുക്ക് ഗെയിം തുടങ്ങാം. വാ 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 വാ. ആരും തിരിഞ്ഞു നോക്കരുത്. ആ പോലീസുകാരനാ നേരെ നടന്നു. അവിടെ നിന്നല്ലേ ഇത് മറച്ചു പിടിക്കേ. നീയല്ലേ അന്ന് എന്റെ കാറിന്മേ വന്ന് വീണത്? നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. വന്ന് എന്റെ കാറിൽ കയറി. ഞാനെന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്തിനാ സാറിന്റെ കൂടെ വരുന്നത്? എന്തിനാന്നോ? നിന്നോട് മര്യാദ പറഞ്ഞ കേൾക്കില്ല. ചോദിക്കേണ്ടത് ചോദിച്ചാൽ നീ എല്ലാം തുറന്നു പറഞ്ഞോളൂ. കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ അദ്ദേഹത്തോട് പെരുമാറരുത്. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തെളിയിക്കും. ഞാൻ ചീത്തയാണ് സാർ. ഞാൻ ശരിയല്ല. നിങ്ങൾ വീട്ടിലേക്ക് വെക്കോ, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. വെക്കോ. സാർ ഞാൻ എടുക്കുന്നത് പോവാം. എന്താണാവോ കാറിന്റെ ഉള്ളിലിരുന്ന് പെറുപുറത്തോണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ഇവിടുന്ന് പോയി ഗെയിം കളിക്കും. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ പോവാനാ? എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. പൊയ്ക്കോ. അറിയണ്ടൊക്കെ അറിഞ്ഞിട്ട് ഇവനെ വിട്ടേക്കാം. നിങ്ങൾ പോ, ഞാൻ വന്നോളാം. അങ്കിളില്ലാതെ ഈ ഗെയിം എങ്ങനെ അവസാനിപ്പിക്കാം? ഇനി എന്താ ചെയ്യാ? ഗെയിം അവസാനിപ്പിച്ചല്ലേ പറ്റൂ. ജൂലി, എന്താടാ? ഇങ്ങോട്ട് വാ. എന്താ ചെയ്ത്? എങ്ങനെയെങ്കിലും ഞാൻ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഡൈസ് ഉരുട്ടി. ജുമാൻജിയോട് കളിക്കാൻ നല്ല രസമായിരിക്കും. കളിപ്പിക്കാൻ നോക്കിയാൽ കളി പഠിപ്പിക്കും. നീ എന്ത് വികൃതിയാ കാണിച്ചത്? ഞാൻ വികൃതി കാണിച്ചതൊന്നുമല്ല, കളിക്കാൻ വേണ്ടി ഡൈസ് ഉരുട്ടി നോക്കിയതാ. ഓഹോ, ഇത് തന്നെയാണ് വികൃതി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ആപത്താണോ ഉണ്ടാവാൻ പോകുന്നത്? നിന്റെ കൈ നോക്ക്, കയ്യില് മുഴുവൻ റൂമാ. അയ്യോ അയ്യോ അയ്യോ, കുരങ്ങന്മാരെ കുരങ്ങന്മാരെ കുരങ്ങന്മാരെ. സിറ്റി മുഴുവൻ കുരങ്ങന്മാരുടെ ശല്യം അധികമായിരിക്കുന്നു. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വേഗം ഒന്ന് വരൂ. അവര് പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വേഗം ഒന്ന് വരൂ. ഇതിനൊക്കെ എന്താ കാരണം നിനക്ക് എന്നെ അറിയും? അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എല്ലാ സത്യവും പറഞ്ഞ നിങ്ങൾ എന്നെ വെറുതെ വിടൂ മിസ്റ്റർ സോളമൻ. എന്റെ പേര് സോളമൻ എന്നല്ല, എന്റെ പേര് ബെന്റ്ലെ. അതിപ്പോഴിട്ട പേരല്ലേ? നിങ്ങൾ സോളമൻ എന്ന പേരിൽ ഒരു ഷൂ കമ്പനിയിൽ ജോലി ചെയ്തു. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലേ? ശരിയാ, നീ പറഞ്ഞ സത്യ. ഞാൻ ജോലി ചെയ്യുന്ന ഷൂ ഫാക്ടറി തീ പിടിച്ച് കത്തി നശിച്ചുപോയി. തീ പിടിച്ചാണോ നശിച്ചത്? അത് കത്തി നശിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ എന്റെ വില അറിയായിരുന്നു. അത് സത്യമാണ്. നിനക്കെങ്ങനെ അറിയാം? അറിയാം. നിങ്ങളൊരു പുതിയ മോഡൽ ഷൂ കണ്ടുപിടിച്ചത്, അത് ഓണറുടെ മകനെ കാണിച്ചത്, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഞാനാണത്, ആലൻ. വളരെ നന്ദി സാർ. വാ പോ. എന്തായാലും ഓടുന്നേ. നിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. മാറിക്കോ, വണ്ടി വരുന്നു. ആ കൊരങ്ങന്മാര് വണ്ടി ഓടിക്കുന്നത് കണ്ടോ?
തലയിൽ വേറെ ഹെൽമെറ്റും. ഈ കുരങ്ങുകൾ ആ ഗെയിമിന്ന് പുറത്തു വന്നാണോ? അതെ. നല്ല തമാശ. വാ, ടെമ്പററിലി ഔട്ട് ഓഫ് സർവീസ്. ഇനി എന്താ ചെയ്യാ? ഇത് വേണമെങ്കിൽ അവനെ എനിക്ക് തരണം. അവൻ വന്നില്ലെങ്കിൽ അത് പീറ്ററല്ലേ? വാ. അതാ ടേബിളിലുണ്ട്. ശബ്ദം ഉണ്ടാക്കല്ലേ. ഇതെടുക്കാൻ അവൻ വരുമെന്ന കരുതിയത്, പക്ഷേ വന്നത് തീയ. അവന്റെ ജീവൻ എനിക്ക് വേണം. അവന് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്ക്. പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതിബുദ്ധി കാണിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട, നിന്നെ ഞാൻ കൊന്നുകളയും. എന്തു സംഭവിച്ചാലും വേണ്ടിയില്ല, അവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കണം. ഓക്കെ. ഇതാണ് നടന്ന സത്യം. നിങ്ങൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ വിശ്വസിച്ചില്ലേലും സാരമില്ല, എന്നെ വിടണം സാർ. ഞാൻ പോയാലേ എല്ലാം ശരിയാവൂ. തൽക്കാലം ഈ വിലങ്ങൊന്ന് അയച്ചു തരാം. പക്ഷേ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഓക്കെ. അഴിച്ചു. താങ്ക് യു. പറ, ഇനി എന്താ നിന്റെ പ്ലാൻ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞു. നിങ്ങൾ വരാതിരുന്നാലേ എല്ലാം നന്നായി നടക്കൂ. താക്കോൽ 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 തന്നാൽ ശരിയാവില്ല സാർ. അയ്യോ, താക്കോൽ കളഞ്ഞോ? വേറെ വഴിയില്ല. അവിടെ നിൽക്കേ. സോറി സാർ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ. ഹലോ, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ഒരു സ്ത്രീയെയും 2 കുട്ടികളെയും ആരും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. വേഗം വരൂ, അവരെ രക്ഷിക്കൂ പ്ലീസ്. ഓവർ. എന്താ അവര് പറഞ്ഞത്? ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ആർക്കും ആപത്ത്. സാറൊന്ന് നീങ്ങി. അത് സാറേയും കുട്ടികളും ആയിരിക്കും. അവർക്ക് എന്തോ ആപത്തുണ്ട്. സ്റ്റാർട്ട് ആവട്ടെ. പതുക്കെ പതുക്കെ. ഇവിടെ എന്റെ കൈ. പതുക്കെ പതുക്കെ. ആ സ്റ്റോർ എവിടെയാണെന്നറിയോ? അറിഞ്ഞാലും പറയില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നിന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് എവിടെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എവിടെയാണെന്ന് എനിക്കും അറിയില്ല. ഇത് പിടിച്ചോ. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് വെറുതെ ഇരിക്കും. പോലീസുകാർ നമ്മുടെ പിന്നാലെ വരില്ല. ഹലോ മിസ്റ്റർ. ഇതെന്താ കൊരങ്ങന്മാര് വണ്ടി ഓടിക്കുന്നത്? കൊള്ളാലോ.
അതെന്റെ അടുത്ത് തന്നേക്ക്. വേഗം വാ, പോവാം. എന്നെ പറ്റിച്ചല്ലേ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഓടി രക്ഷപ്പെടാം. വാ. ആ സൈറൺ ഒന്ന് ഓഫ് ചെയ്യേ, ഒന്ന് പെട്ടെന്ന് ഓഫ് ചെയ്യാനാ പറഞ്ഞത്. ഇനി നിങ്ങളെ ജീവനോടെ വിടുന്നത് ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. നിങ്ങളെ ബുദ്ധിമാനെന്ന് ആരാ പറഞ്ഞേ? ഞാൻ മണ്ടനാണെന്ന് പറഞ്ഞു കാണിക്കണല്ലേ. മെല്ലെ മെല്ലെ മെല്ലെ. ബ്രേക്ക് ചവിട്ട, ബ്രേക്ക് ബ്രേക്ക് ഇല്ല, ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്താൻ. ഇപ്പൊ ചാവാൻ പോവുകയാണ്. സൈറ, ഒന്നും പറ്റിയില്ലല്ലോ? ഒന്നുമില്ല. പീറ്റർ എവിടെ? ഓ ദൈവമേ. ഒരു പ്രധാന അറിയിപ്പ്. ജനസഞ്ചാരമില്ലാത്തടത്ത് ആരും പോകരുത്. മൃഗങ്ങൾ കാട്ടിൽ നിന്നിറങ്ങി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ ജാഗരൂകരായിരിക്കേണ്ടതാണ്. എന്തെങ്കിലും ആപത്തുണ്ടാകുകയാണെങ്കിൽ 000455728 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒന്നുകൂടി പറയുന്നു, 000455728. രക്ഷപ്പെട്ടു. നീ എന്റെ കയ്യിൽ വിലങ്ങ് വെച്ചു അല്ലേ? ആലൻ, പീറ്ററോട് സംസാരിക്കേ. അവൻ ആകെ വിഷമിച്ചിരിക്കുക. പിന്നീട് സംസാരിക്കാം, അതിനൊന്നും ഇപ്പൊ സമയമില്ല. പാവം, 2 വാക്ക് പറഞ്ഞ അവൻ ആശ്വാസാവില്ലേ? ശരി, ഇത് പിടിക്കും. ഓ, പറഞ്ഞാലേ ചെയ്യൂ. ജോലി വാ. എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ കളിച്ചത്? ധൃതിപ്പെട്ട എല്ലാം കുഴപ്പത്തിലാവുകയുള്ളൂ. സാരമില്ല, നടക്കേണ്ടത് നടന്നു. ഇനി അത് ആലോചിച്ച് കരയണ്ട. കണ്ണു തുടയ്ക്കും. എങ്ങനെയാണ് ആൺകുട്ടികളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ശരി, എല്ലാം എനിക്ക് മനസ്സിലാവും. നിന്റെ ഇതേ പ്രായത്തിലാ 26 കൊല്ലം മുമ്പ് ഞാൻ ഇതുപോലൊരു ആപത്തിൽ കുടുങ്ങിയത്. കരയണ്ട, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പേടിക്കണ്ട. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ധൈര്യത്തോടെ നേരിടണം. ഞാൻ അതുകൊണ്ടല്ല കരഞ്ഞ. പിന്നെന്തിനാ കരയുന്നത്? ഓ, ഓക്കെ ഓക്കെ. ഇളകാതെ നിൽക്ക്. ഇപ്പൊ കണ്ടോ, വാല് പുറത്തു വന്നപ്പോ നീ ഫ്രീ ആയില്ലേ? ഇനി നേരെ വീട്ടിൽ ചെന്ന് നിന്റെ വാല് മുതൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം കണ്ടെത്തണം. മോൻ കരയാൻ പാടില്ല. ഓക്കെ, വരൂ. എന്താ ഇത്? വീട് മുഴുവനും അലങ്കോലമായിരിക്കും.
ഹലോ കൺട്രോൾ റൂം, സിറ്റിയിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം കാരണം ഞാൻ കണ്ടുപിടിച്ചു. ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? നിർത്തൂ, നിർത്തൂ. ഇതെന്താ പുതിയ പ്രശ്നം? സ്റ്റോപ്പ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റുമോ? എവിടെയാ വീട്? ജെഫർസൺ സ്ട്രീറ്റ്, ഡോർ നമ്പർ 1358. ആ വീട്ടിൽ 2 കുട്ടികളില്ലേ? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അതെ, അവർ നിങ്ങൾക്കറിയോ? കാറ് കയറി, ഞാൻ എല്ലാ വിവരവും പറഞ്ഞുതരാം. എന്റെ കാറ് പോയി. ആരായിരുന്നാലും ഞാൻ വെറുതെ വിടില്ല. ഇനി വീട്ടിലേക്ക് നടന്നു പോവാം. വേറെ എവിടെയും വെച്ച് കളിക്കാൻ ഇല്ല, പറ്റില്ല. ഇവിടെയാണ് കളി തുടങ്ങിയത്. ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. ഓക്കെ, ഞാനാണല്ലോ ഡൈസ് ഉരുട്ടേണ്ടത്. അഞ്ചിട്ട് നമുക്ക് ജയിക്കാം. ഓക്കെ, ശ്രമിച്ചു നോക്കാം. വായിച്ചു നോക്ക്. മഴ പെയ്താൽ എല്ലാവരും സന്തോഷിക്കും. പക്ഷേ ആ മഴ നിങ്ങൾക്കിപ്പോൾ ആപത്തായി വരുന്നുണ്ട്. നമ്മൾ വീട്ടിനകത്തല്ലേ, നമുക്ക് എങ്ങനെയാ ആപത്തുണ്ടാവുക? എന്തിനും കരുതിയിരിക്കുന്നത് നല്ലതാ. ഇവിടെ മഴ പെയ്യുന്നുണ്ടോ? വീട്ടിനകത്ത് എങ്ങനെയാ ഈ മഴ പെയ്യുന്നത്? മഴ പെയ്യുന്നു. എന്താ ഇത്? വീട്ടിനകത്ത് എങ്ങനെയാ മഴ പെയ്യുന്നത്? ഇത് ഗെയിമാണെന്ന കാര്യം എല്ലാരും മറക്കുന്നു. ഇത് സാധാരണ മഴയല്ല, പേമാലിയ. ഓടിക്കോ, എങ്ങനെയെങ്കിലും വീട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു. ഇനി എങ്ങോട്ടാ പോവാ? മുകളിലേക്ക് പോകാം, അതാണ് സേഫ്. എന്നാ വാ പോവാം. കേറ്, കേറ്, പിടിച്ചു കേറ്, കേറ്, പതുക്കെ. ആ പെട്ടി വിടരുത്. മുതലയോ രക്ഷപ്പെട്ടോ? Oh my God! Hey! Hey! Sarah! Hey! അതെങ്ങോട്ട് പോയി? മേഡം, മേഡം ഒന്ന് മാറി നിൽക്കും. ഞാൻ നോക്കിക്കൊള്ളാം. പേടിക്കാനൊന്നുമില്ല, TV ന്നായിരിക്കും. ഡോർ അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ മാറി നിൽക്കും, ഞാൻ നോക്കാം.
ആലൻ, എന്നെ കൈ പിടിക്ക്. ആലൻ. എങ്ങനെ രക്ഷപ്പെട്ടു? താങ്ക്സ് ആലൻ. എന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ വെച്ച് കളിച്ചില്ലേ ആലൻ? ഏയ്, ആ പറഞ്ഞ അത്ര ശരിയല്ല. ഞാൻ വെറുതെ ഒരു മണ്ടത്തരം കാണിച്ചു നോക്കിയതാ. ആര് ചെയ്ത പുണ്യോ രക്ഷപ്പെട്ടു. വാ 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 വാ. എന്റെ ഭാഗ്യം കൊണ്ട് പോകാം. ഇനി ആരാണ് കളിക്കേണ്ടത്? ഞാനാണല്ലേ. ഇതാണ് അവസാനത്തേത്. ഈ ഗെയിമിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം. ദൈവമേ 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 ദൈവമേ. എല്ലാം ശരിയാകും. ഒരു ചതുപ്പ് നിലമുണ്ടായിരിക്കുന്നു. പറ്റുമെങ്കിൽ രക്ഷപ്പെടുക. ഞാനൊരു വടി കൊണ്ടുവരാം. അവിടെ നിൽക്ക്. അനങ്ങരുത്. ഇതിനെ പിടിച്ചോ. പീറ്റർ, പീറ്റർ, എന്നോട് വടി കൊണ്ടുവാ. കൊടുക്ക, വേഗം കൊടുക്ക. വേഗം വേഗം. ഇത് പിടിച്ചോ അലൻ, മുറുകെ പിടിച്ചോ. ഞാൻ നിങ്ങളെ വിടില്ല അലൻ. ഇത് കളിച്ച് തീരുമ്പോഴേക്കും ചതുപ്പ് നിലം പഴയതുപോലെ ആവും. എങ്ങനെ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു? താങ്ക് യു ജൂലി. മിടുക്കിയെന്നെ. നീ കളിച്ചത് കൊണ്ടാ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനി നീയാണ് പീറ്റർ. കണ്ടിന്യൂ ചെയ്യ. വീണ്ടും നീ കാണാതെ പോകുമെന്ന് വിചാരിച്ചു. ആർക്കും നമ്മളെ പിരിക്കാനാവില്ല. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി 8 ഇടണം. അഥവാ കിട്ടിയില്ലെങ്കിൽ അതേ 8 തന്നെ നിങ്ങൾക്ക് ആപത്തുണ്ടാക്കും. എന്ത് പറ്റി? എന്താണെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവോ? പീറ്റർ, പീറ്റർ, ഔട്ട് ഹൗസിൽ ഒരു കോടാലി ഉണ്ട്, എടുത്തോണ്ട് വാ.
സൈറ, എന്താ? ഇനി നീയാണ് കളിക്കേണ്ടത്. കൈ ചുരുട്ടി ഗെയിം അവസാനിപ്പിക്കേ. എന്റെ കൈ കുടുങ്ങിയിരിക്കല്ലേ? ഡൈസ് വായിൽ കടിച്ചു പിടിച്ച് തുപ്പ്. ജൂലി, ഗെയിം എടുത്തോണ്ട് വാ വേഗം. ജൂലി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? പറ്റില്ല. ആദ്യം പോയി അവരെ സഹായിക്കാൻ. ജൂലി, വേഗം വാ, വേഗം വാ. ഡൈസ് എന്റെ വായിലേക്ക്. നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥലത്തും ചുറ്റിയുള്ള സ്ഥലങ്ങളിലും വിള്ളലുണ്ടാവാൻ പോകുന്നു. ഇനി ഞാൻ രക്ഷപ്പെടുന്നു തോന്നുന്നില്ല. നിനക്കൊന്നും സംഭവിക്കില്ല. ഇനി എന്ത് ചെയ്യും? ഗെയിം കളിക്കേ, ഗെയിം അവസാനിപ്പിക്കേ. അനങ്ങരുത്. എഴുന്നേൽക്ക്. കയ്യിലുള്ളത് താഴെയിട്. ഇടാനല്ലേ പറഞ്ഞത്? എന്നോടാ കളിക്കുന്നതല്ലേ? ഞാനിപ്പോ കളി പഠിപ്പിച്ചു തരാം. ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചോ നിന്നെ രക്ഷപ്പെടുത്താൻ. ആ ദൈവത്തിനെ നിന്നെ രക്ഷിക്കാനാവൂ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ കൈവിടില്ല. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണോ? ആ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. മരിക്കാൻ തയ്യാറായിക്കോ. ജുമാൻജി. എന്താ പറഞ്ഞേ? ജുമാൻജി, നിന്റെ കഥ ഇപ്പൊ അവസാനിക്കും. വേണ്ട, ആലനെ ഷൂട്ട് ചെയ്യരുത്. OneTamilMV.in
ഇപ്പോഴൊക്കെ വല്ലാത്ത മറവി. അവിടെ വരെ പോയി തിരിച്ചു വരേണ്ടി വന്നു. ഛേ, ഡാഡി എത്തിയോ ഡാഡി? എന്തു പറ്റിയടാ നിനക്ക്? ഞാൻ 15 മിനിറ്റ് മുമ്പല്ലേ പോയത്. ആ 15 മിനിറ്റ് എനിക്കൊരു യുഗം പോലെ ഉണ്ടായിരുന്നു ഡാഡി. നീയല്ലേ ഇനി എന്നോടൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞത്? ദേഷ്യം വന്നപ്പം പറഞ്ഞതാ. ഇനി ഞാൻ അങ്ങനെ പറയില്ല. സോറി ഡാഡ്. ഇറ്റ്സ് ഓക്കെ അലൻ. ഞാനും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ദേഷ്യം വന്നവൻ പറഞ്ഞു പോയതാ. മോൻ ഇനി ഹോസ്റ്റലിലൊന്നും പോയി പഠിക്കണ്ട. വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. നിന്റെ ഫ്രണ്ട് നിന്നെയും കാത്തിരിക്കുക. പോയി കളിച്ചോ. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇത്രയും കാലം ഞാൻ ഡാഡിയെ മനസ്സിലാക്കിയില്ല. നീ മാറിയോ? ശരി, എനിക്ക് മീറ്റിംഗിന് സമയമായി. ഞാൻ പോയിട്ട് വരാം. ഡാഡി, ഇന്ന് നമ്മളെ ഫാക്ടറിയില് ഒരു ഷൂ മിഷനകത്ത് കുടുങ്ങിയില്ലേ? അത് ചെയ്തത് സോളമൻ അങ്കിൾ അല്ല, ഞാനാ മിഷന്റെ മേല് വെച്ചത്. ഞാൻ അവനെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഏതായാലും നീ സത്യം പറഞ്ഞത് നന്നായി. ഗുഡ് ബൈ ഡാഡി. ബൈ ബൈ. അയ്യോ, ജൂലിയൻ പീറ്ററെ മറന്നുപോയല്ലോ. അവർ രണ്ടുപേരും ഇനിയും ജനിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഭാവിയിൽ സംഭവിക്കാനുള്ളതാ. ഇതാണ് സത്യം. നീ ജുമാഞ്ചിക്കുള്ളിൽ പോയത്, എന്നെ കണ്ടത്, ആ കുട്ടികളെ കണ്ടുമുട്ടിയത്, അതൊക്കെ സങ്കല്പ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് 1969 ഈ ജുമാഞ്ചി കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ മതി. ഇനി ഇത് ആരുടെ കയ്യിൽ കിട്ടരുത്. ആരും കഷ്ടപ്പെടാൻ പാടില്ല. ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ കഷ്ടങ്ങളൊക്കെ അവസാനിച്ചു. അതിലൊരു ത്രില്ലുണ്ടായിരുന്നല്ലേ? അത് ഓർക്കുമ്പോ നല്ല രസമുണ്ട്. നിന്റെ വളർച്ച ഞാൻ കണ്ടില്ല. ആ രൂപം എനിക്ക് മറക്കാനേ കഴിയില്ല. ഞാൻ വീണ്ടും നിന്നെ ആ രൂപത്തിൽ എപ്പോ കാണൂ എന്ന് എനിക്കറിയില്ല. ഭാവി എങ്ങനെയായിരിക്കുന്ന ഓരോരുത്തരും സ്വപ്നം കാണാറുണ്ട്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഭാവിയെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലായി. നമ്മളെ പോലെ ഭാഗ്യവാന്മാര് മറ്റാരാ ഉണ്ടാവുക? ആലൻ സൈറ രണ്ടുപേരും വിവാഹം കഴിച്ച് 26 വർഷം കഴിഞ്ഞു. കുക്കീസ് എടുത്ത്. ഹാപ്പി ക്രിസ്മസ്. ഏയ്, കുക്കീസ് വേണ്ടേ? ആ ഡാഡി, ക്രിസ്മസ് സെലിബ്രേഷൻ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുക. ഡാഡി മമ്മി ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. അവര് വന്നിട്ടുണ്ട്. എന്റെ എല്ലാ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ഹാപ്പി ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ഡാഡി, ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ കുറച്ച് തിരക്കില്ല. എന്താ കാര്യം പറയും? വാ അലൻ, ആരാ വന്നു നോക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, ഒന്ന് മറിക്കേ. ഹലോ ഹലോ, ഇതെന്റെ വൈഫാ. Nice to meet you. Hi. ആ കുട്ടികളോട് പോയി. Peter, Julie. രണ്ടുപേരും എവിടെയായിരുന്നു? നിങ്ങൾക്ക് ഇവരെ പരിചയമുണ്ടോ? ഇല്ല ഇല്ല, ഇവരെ പോലെ 2 കുട്ടികളെ ഞങ്ങൾ മുൻപ് പരിചയപ്പെട്ടിരുന്നു. അവരുടെ പേര് പീറ്ററും ജൂലിയെന്നാ. ആ പീറ്റർ, ജൂലി, ഇവർക്കൊരു ഹായ് പറ. ഹായ്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞങ്ങൾക്കും. സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോ അതിന്റെ സന്തോഷം ഒന്ന് വേറെയാ. ചിലരെ ആദ്യമായിട്ട് കാണുമ്പോ പണ്ടെങ്ങോ എവിടെ വെച്ചോ കണ്ട പോലെ തോന്നും, അല്ലേ? ഇവരെ കണ്ടിട്ടും അങ്ങനെ തോന്നുന്നു. നല്ല പരിചയമുള്ളതുപോലെ. നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. ഓക്കെ. അദ്ദേഹത്തിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. മേടിച്ചു. അല്ല, എന്ത് ചെയ്യുന്നു? ആ ഞാനൊരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുക. ഇവളെന്നെ സഹായിക്കുന്നുണ്ട്. അടുത്ത മാസം ഞങ്ങൾ കേരള അപശകുനം പറഞ്ഞല്ലോ എന്ന് തെറ്റിദ്ധരിക്കരുത്.
വേറൊന്നുമില്ല, അവിടെ ക്ലൈമറ്റ് ശരിയില്ലെന്നാ കേട്ടത്. ഇപ്പൊ പോണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. 2 മാസം കഴിഞ്ഞ് പോകുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് പോവാന്നാ പറഞ്ഞത്. അപ്പോഴേക്ക് ഇവള് പ്രോഗ്രാം മാറ്റി. അതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം മാറ്റരുത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വാ മക്കളെ. ഈ വർഷത്തെ ക്രിസ്മസ് നിങ്ങളുടെ കൂടെ ആഘോഷിക്കാം, അടിച്ചു പൊളിക്കാം. നീ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഇല്ലല്ലോ. പക്ഷെ ഞാൻ എന്തോ ശബ്ദം കേട്ടു. ആരോ ഡ്രംസ് അടിക്കുന്ന പോലുള്ള ശബ്ദം. എനിക്ക് തിരമാലയുടെ ശബ്ദം കേൾക്കുന്നുള്ളൂ, വേറൊന്നും കേൾക്കുന്നില്ല. OneChannelMV.n